2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് KPCC അധ്യക്ഷന്റെ കാര്യക്ഷമതയെ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ് എന്ന് കോൺഗ്രസിനകത്ത് പരക്കിയൊരു അഭിപ്രായമുണ്ട്. കെ സുധാകരൻ അതിനെ ഒരു ചലഞ്ചായി തന്നെയാണ് ഏറ്റെടുക്കുന്നത്. സ്വന്തം തട്ടകമായ കണ്ണൂർ കോർപ്പറേഷൻ തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. മറ്റേത് കോർപ്പറേഷനേക്കാൾ ഒരുപിടി മുകളിലാണ് കണ്ണൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനം. അത് ഊട്ടി ഉറപ്പിച്ചത് കെ സുധാകരൻ തന്നെയാണ്. നിലവിൽ കണ്ണൂർ MP ആണ്. കണ്ണൂർ കോർപ്പറേഷൻ ഭരണം കോൺഗ്രസിന്റെ കയ്യിലാണ്. എന്നാൽ കണ്ണൂർ നിയോജക മണ്ഡലം ഇപ്പോഴും രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ കയ്യിലാണ്. കഴിഞ്ഞ തവണയും സതീശൻ പാച്ചേരി മത്സരിച്ച് 1200 വോട്ടുകൾക്ക് പരാജയപ്പെട്ട ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ള ആവശ്യം കൂടി കെ സുധാകരനിൽ ഉണ്ട്. എന്നാൽ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും മാത്രമല്ല, ഗ്രാമപഞ്ചായത്തുകളിലും ഒട്ടുമിക്കതും നേടിയെടുക്കേണ്ടത് കോൺഗ്രസിന്റെ അനിവാര്യതയാണ്. കാരണം കേരളത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു ഭരണമാറ്റം തീരുമാനിക്കപ്പെടുന്നത് ഗ്രാമപഞ്ചായത്തിലെ റിസൾട്ട് കൂടിയാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തിൽ ഒട്ടുമിക്കതിലും ഇടതുപക്ഷത്തിന് മുൻതൂക്കം നേടിയെടുക്കാൻ കഴിഞ്ഞു. അത് വലിയൊരു കരുതലായി ഇടതുപക്ഷത്തിന് കൂടെ നിന്നു എന്നുള്ളതാണ്. കോവിഡ് കാലഘട്ടത്തിൽ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള ചില PR വർക്കുകൾ അത് ജനങ്ങളിലേക്ക് ഏശുന്നതിൽ വലിയ ഒരു സ്വാധീനം ചെലുത്തപ്പെട്ടു എന്നുള്ളത് കെ സുധാകരൻ ഉറപ്പിച്ച് പറഞ്ഞതാണ്. കോൺഗ്രസ് പ്രവർത്തകർ കിണഞ്ഞ് പരിശ്രമിച്ചില്ല. താഴെത്തട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർ നിർജീവമായി തുടരുന്നത് ഏറെ അലംഭാവം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ അപക്വമായി ചിന്തിച്ചാൽ തീർച്ചയായും വലിയ വിപ്ലവം ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുൾപ്പെടെ പ്രവർത്തകർക്ക് ഒരു വാർണിംഗ് മെസ്സേജായി തന്നെയാണ് കെ സുധാകരൻ നൽകിയിട്ടുള്ളത്. കൃത്യമായി ലോക്സഭയിൽ നടക്കുന്ന പോളിംഗും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലോക്കൽ ബോഡീസിൽ നടക്കുന്ന ഇലക്ഷൻ പാറ്റേണും വളരെ വ്യത്യസ്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് എന്നുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നോക്കിയാൽ അറിയാം, 2009 2014 ഒക്കെ UDF തന്നെയായിരുന്നു മുൻതൂക്കം. 2009 16 സീറ്റ്, 2014 ആയപ്പോൾ അത് നേരിയ വ്യത്യാസത്തിൽ 12 കുറഞ്ഞു. എന്നാൽ 2019 ആയപ്പോൾ അത് 19 സീറ്റിലേക്ക് ഉയരുകയും 2024 ആയപ്പോൾ അത് 18 സീറ്റിൽ നിലനിൽക്കുകയും ചെയ്തു. എന്നിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വലിയ മുൻതൂക്കം നേടിയെടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? എന്തുകൊണ്ട് പല കോർപ്പറേഷനിലും 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന സാഹചര്യത്തിൽ പല വാർഡുകളിലും കോൺഗ്രസിന്റെ പ്രകടനം അതീവ ദയനീയമാകുന്നു? ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരികയാണ്. മാത്യു കുഴൽനാടൻ്റെ പേരാണ് KPCCയിൽ നിർണായകമായി വരുന്ന പേരെങ്കിൽ പോലും കെ സുധാകരൻ നിലവിൽ തുടരട്ടെ എന്നുള്ളതാണ് കെ മുരളീധരൻ അടക്കമുള്ളവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, അതായത് നവംബറിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ കേവലം 3 മാസം മാത്രമേ ഉള്ളൂ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ. അതുകൊണ്ട് തന്നെ കെ സുധാകരന് ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്.